മാത്രം കേട്ടിട്ടുള്ള ഇവരുടെ മാടമ്പള്ളിയിലോട്ടാണ് നമ്മൾ പോണത്. എല്ലാ പിള്ളേരും ഇത് കാണുമ്പോൾ ഞങ്ങളുടെ പാർക്കിങ് വണ്ടികളുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോണ ചോദിച്ചോക്ക്. ഇതാണ് അവന്റെ മാടമ്പള്ളി. ഇതാ കയറി പോണോക്കത്. നേരെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു മെയിൻ സ്വിച്ച് ഉണ്ടാവും, അതിന്റെ അടിയിൽ ഒരു പാറയാ. അവിടെ നിൽക്കാച്ചാൽ എനിക്ക് കയറും. എർത്തിൽ ലീക്ക് ഉണ്ട്, അപ്പൊ ഷോക്ക് അടിക്കും. അപ്പൊ സെറ്റാ. അച്ഛാ മതിടാ. ഉള്ളിക്ക് കയറണ്ടാ? എന്തോ ഇവിടെ ഇതൊക്കെ നിങ്ങൾ വരച്ചിട്ടതാണോ ഇന്ത്യയുടെ പടം? നിങ്ങൾ എങ്ങനെയാണ് അവിടെ നിന്നിരുന്നത്? വാവ്, ഇത് ഞങ്ങളുടെ ജോട്ടന്റെ കലാസൃഷ്ടി. വേറെന്തൊക്കെയാ നിങ്ങൾ വരച്ചത്? അതൊക്കെ പോയല്ലേ. എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളിങ്ങനെ ധീരചേട്ടൻ വരയ്ക്കോ? ഇവിടെ കണ്ടിട്ടോ എന്തൊക്കെയോ. കൊറേ വർഷങ്ങൾ കഴിയുമ്പോ മറ്റേ ഇത് നിങ്ങൾ വരച്ചതല്ല, അതെനിക്ക് ഉറപ്പായി നിങ്ങൾ വരച്ചതല്ല. നിങ്ങളുടെ വര കണ്ട എനിക്കറിയാം. ഒരുമാതിരി ഇങ്ങനെ കുറേ വർഷം കഴിയുമ്പോൾ ഇതിങ്ങനെ ശാസ്ത്രജ്ഞന്മാർ ഇനി കണ്ടുപിടിക്കും ഇതൊക്കെ. ഇതൊന്നും ഇവർ വരച്ചതല്ല, അതെനിക്ക് ഉറപ്പാണ്. ഇതൊന്നും ഇവരില്ല, ഹാർട്ടൊന്നും ഇവർ വരയ്ക്കില്ല. അവിടുത്തെ ഫോട്ടോസ് കണ്ട ഒരു ഓർമ്മയുണ്ട് നിങ്ങളുടെ ഇൻസ്റ്റയില്. ഓ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇങ്ങനെ നിൽക്കണതല്ലേ, ഇവിടെ തീർത്തതാ. ഈ മുറ്റത്ത് വെച്ചിട്ട് ഇതാണോ നിങ്ങളുടെ ബാത്റൂം? ഇവിടുന്ന് അല്ലല്ലോ, ബാത്റൂം ഒക്കെ മറ്റേ ബാക്കിന്റെ ഏരിയ ചെറിയ വീട്ടിലാണ് ബാത്റൂം, കുളിയും ഇതൊക്കെ. ഇവിടെ നേരെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അടിയിൽ നേരെ മറ്റേ ഒരു പാറക്കെട്ട. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ വൈകുന്നേരം നേരെ ഇറങ്ങിപ്പോയിട്ട് പാറക്കുളത്തിൽ കുളിയൊക്കെ കുളിച്ച് നൊക്കളാച്ചിയാ. അവിടുത്തെ പ്ലാവുമെന്നാണ് മേരി ചേച്ചിനെ കൊണ്ട് ചക്കടിപ്പിക്കാൻ. കരയാൻ വരുന്നുണ്ടോ? ഒരു സ്നാപ്പ് എടുക്കാൻ നോക്കി നിക്ക്. ഓണപ്പുരണ്ടായിട്ടില്ല. ഇവിടുന്ന് കോളേജ് പോണ വഴി എന്ന് പറയുമ്പോഴേ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇതാ വഴിയുണ്ട് റൈറ്റേക്ക്. അതിൽ കൂടെ നേരെ ഇറങ്ങി പോകാൻ വെച്ചാൽ നമ്മുടെ കോളേജിന്റെ അപ്പുറത്തെ റബ്ബർ തോട്ടത്തേക്ക് എത്തി. നമുക്ക് കോളേജ് റബ്ബറുംകാട് ഒരു വിഖ്യാതമായ റബ്ബറുംകാടാണ്. ഇപ്പോൾ കാണിക്കാൻ നിവൃത്തിയില്ല. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്തൊക്കെ മറ്റേ അതെ. ഇല്ല, ഞാനൊന്നും പോയിട്ടില്ല ഏട്ടാ അങ്ങോട്ട്. ഞാൻ ഒരു തവണയുണ്ട് കണ്ണു വെട്ടിച്ച് കയറി, എന്നിട്ട് 2 മിനിറ്റ് പോലും നിൽക്കാണ്ട് തിരിച്ച് ഇതാക്കിയ. ഞാൻ ഭയങ്കര നല്ല അത് മെയിൻ അങ്ങോട്ട് ഞങ്ങൾ പോവാത്തതിന്റെ കാരണം സീനിയേഴ്സ് അവിടെ. ഞങ്ങൾ മെയിനായിട്ട് ആ റബ്ബറും കാട്ടിക്ക് പോവാത്തതിന് കാരണം അവിടെ ഇങ്ങനെ കഥയുണ്ട്. ഈ സീനിയേഴ്സ് ഒക്കെ ഇരിക്കണ ഭയങ്കര നൊട്ടോറിയസ് സംഘങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ്. അത് കാരണം ഞങ്ങൾ അങ്ങനെ പോവാറില്ല. ഇത് നമ്മള് നമ്മുടെ കോളേജിന്റെ വട്ടം ചുറ്റി പോയിക്കൊണ്ടിരിക്കണ. നിങ്ങൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മറ്റേ ബസ് കിട്ടാണ്ടാകുമ്പോ ആകെ 2-3 ബസ്സേ ഉള്ളൂ. അപ്പൊ ആ ബസ് കിട്ടാണ്ടാകുമ്പോ ഈ മറ്റേ എന്തായാലും പറയാ ജംഗ്ഷനിലേക്ക് വരാൻ വേണ്ടി നടന്നു വരുന്ന വഴിയാണ് ഈ വഴി. ക്ലോജിയ ഞാനും സായിയൊക്കെ കൂടെ ഇങ്ങനെ നടന്നു വരുന്ന ആ ഒരു വഴി. ഇതേ എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു കാലഘട്ടമായിരുന്നു എൻ്റെ കോളേജ്. ഈ വഴിക്കൂടെയൊക്കെ പോകുമ്പോഴേ ഓർമ്മയുണ്ട്. ഓ, ഈ വീട് എനിക്ക് ഓർമ്മയുണ്ട് പണി നടക്കുന്ന സമയം. ഞങ്ങളുടെ എല്ലാ ദിവസത്തെയും മറ്റേ സ്ഥിരം പോണ വഴി അതൊക്കെ. നിങ്ങൾക്ക് കോളേജ് മറ്റേ ഹോസ്റ്റലിൽ നിന്ന് വരുന്ന വഴിയാണല്ലോ അല്ലേ? ഇവര് ഒരു ദിവസം 4-5 തവണ ഈ വഴി കൂടെ പോകുന്നുണ്ടോ ചിലപ്പോ?
പണ്ട് കോളേജാണ് ഇത്ര ഭംഗി ഉണ്ടായില്ല. ഇതാണ് കോളേജ്. ഇപ്പൊ മറ്റേ വലിയ ബിൽഡിംഗ് ഇതിൽ കൂടെ കയറി പോകാൻ ഞങ്ങൾ ഇത് കൂടെ ഇറങ്ങി പോവാറ് കണ്ട കോളേജിന്റെ ബാക്ക് എന്താ ഈ കാടിനുള്ളിൽ ഞങ്ങളുടെ കോളേജ്. എല്ലാവരും മഴ മറ്റേ ചെടി അന്നൊന്നും ഈ റോഡിന് ഒരു വ്യത്യാസമില്ല കേട്ടാ. കണ്ട ഇത് വലം ചുറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നു കോളേജിനെ. ഞങ്ങളുടെ കോളേജിന് അത്ര നല്ല പേരൊന്നും ആയിരുന്നില്ല മുന്നേ. ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ ആ സമയത്ത് എപ്പോഴും ഇവിടെ ചേർന്നതിന്റെ ബാക്കി എല്ലാവരും കുറ്റം പറയായിരുന്നു. പക്ഷെ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ഇവിടെ കയറിയത്. സീനിയേഴ്സിനെ പിടിച്ച് ഞങ്ങളുടെ സീനിയേഴ്സിനെ ഞങ്ങളുടെ കയ്യിൽ തല്ലിയില്ലായില്ലേ SFI യുടെ കാര്യം നമുക്ക്. അപ്പൊ ഇവിടുത്തെ ഇതാണ് നിങ്ങളുടെ കോളേജ് ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ. ദിസ് ഈസ് ആർ നമ്മൾ പഠിക്കുമ്പോൾ കുഷ്ഠരോഗാശുപത്രിയായിരുന്നു. ഇപ്പൊ 5 സ്റ്റാർ ഹോട്ടലേ. നമ്മൾ ഇറങ്ങാൻ വേണ്ടി കാത്തുകരുന്നു. നമ്മുടെ ലൂയിസ്. അതെ, ഇനി ലൂയിസിന്റെ കട കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ കോളേജാണ്. ഇപ്പുറത്തുനിന്നും നല്ല മരങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കും ഞങ്ങൾ നടക്കുമ്പോൾ. അത് മിഡ് എക്സാമിന് എല്ലാം കഴിയുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തും ഇങ്ങോട്ട് നിൽക്കണ മരങ്ങളായിരുന്നു ആ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ നടക്കുമ്പോൾ നമ്മൾ ഈ സിനിമയിലൊക്കെ പോലെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഇലകൾ ഇങ്ങനെ പൊഴിയും. നല്ല രസമാണ്. നമുക്കൊരു മെയിൻ ക്യാരക്ടർ എനർജി ഒക്കെ വരും. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് ലൂയിസാന്റെ കട. പക്ഷെ അടഞ്ഞെടുക്കുക. എല്ലാ ദിവസവും ഇവിടെ കയറിയിട്ട് ഇവിടുത്തെ പിള്ളേർ പോവും. ദിസ് ഈസ് ദാറ്റ് ലൂയിസാന്റെ കട. ജസ്റ്റ് ഒരു കോണ്ടൻറ് എന്ന നിലയിലുള്ള ഒരു വീഡിയോ അല്ല കേട്ടോ അത്. എനിക്ക്, അച്ചുവിന്, അല്ലെങ്കിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളുടെ നല്ലൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഇത് ആരെങ്കിലും ഇത്രത്തോളം കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ. ഐ ലവ് യു. സൈനോര.